നമസ്കാരം. സെൻട്രൽ മാഗസിൻ്റെ പുതിയ ലക്കത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു നൂറ്റാണ്ട് മുമ്പ് മലയോര മേഖലകളിലേക്കായിരുന്നു കുടിയേറ്റം സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ മലയോര മേഖലയിൽ നിന്ന് കുടിയിറക്കം സംഭവിക്കുകയാണ്. മനുഷ്യരല്ല, മറിച്ച് മരങ്ങളാണ് കുടിയിറങ്ങുന്നത്. മലയോര മേഖലയിൽ നിന്ന് തീരപ്രദേശത്തേക്ക് കുടിയിറങ്ങുന്നത് വെറും കക്ഷികളല്ല, ചന്ദന മരങ്ങളാണ്. ആലപ്പുഴ ജില്ലയിലാണ് ചന്ദന കൃഷി ഇപ്പോൾ വ്യാപകമാകുന്നത്. അതായത് ഇനി ഭാവിയിൽ ചന്ദനക്കാടുകൾ കാണാൻ മറയൂരിലേക്ക് പോകേണ്ടി വരില്ല, ആലപ്പുഴയിലുണ്ടാവും സുഗന്ധവാഹിയായ ചന്ദനത്തിൻ്റെ ഗന്ധം. എന്തായാലും പണം കായ്ക്കുന്ന മരത്തിൻ്റെ വിശേഷങ്ങൾ അറിയാം. ഇനി ആലപ്പുഴ ജില്ലയിലെ കാറ്റിന് ചന്ദനഗന്ധം. താമരക്കുളം, കണ്ണനാകുഴി, ചെങ്ങന്നൂർ, ആല, പാലമേൽ, അതുപോലെ കൊല്ലം ജില്ലയിലെ തഴവ, ശൂരനാട്, തൊടിയൂർ പ്രദേശങ്ങളിലെ നിരവധി കർഷകരാണ് ചന്ദന കൃഷിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്. മാറിയ കാലാവസ്ഥയിൽ 45 ഡിഗ്രി വരെ ചൂടുണ്ടായാൽ പോലും ചെയ്യാവുന്ന, കേരളത്തിൻ്റെ വെള്ളക്കെട്ടില്ലാത്ത ഏത് മണ്ണിലും കൃഷി ചെയ്യാവുന്ന ഒന്നാണിത്. ലക്ഷക്കണക്കിന് ഹെക്ടർ സ്ഥലം വെറുതെ ഇട്ടേക്കുന്നത് കൃഷി സമൃദ്ധിയെ തിരിച്ചു വിളിക്കാൻ ചന്ദനം നമ്മളെ സഹായിക്കും. താമരക്കുളം, കണ്ണനാകുഴി എന്നിവിടങ്ങളിലാണ് കൂടുതൽ ചന്ദന കൃഷി. ചിലവ് കുറവ്, വരുമാനം വലുത്, കൃഷിക്ക് വെള്ളം വളരെ കുറവ് മതി. ഇവയൊക്കെയാണ് ചന്ദന കൃഷിയുടെ പ്രത്യേകതകൾ. നമ്മുടെ നാട്ടിൽ ഒരു ചന്ദന തൈകൾ പല വിലയ്ക്കും പല തരത്തിലും പല ഇനത്തിലും കിട്ടുന്നുണ്ട്. സൻഡാലം ആൽബം എന്ന് പറയുന്ന മറയൂർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അവിടുത്തെ മരങ്ങളിൽ നിന്നും എടുക്കുന്ന കൊണ്ട് ഉണ്ടാക്കുന്ന ചന്ദന തൈകളാണ് നമുക്ക് ഏറ്റവും ഓയിൽ കണ്ടൻറ്റ് കൂടുതലുള്ള, അന്തർദേശീയ വിപണിയിൽ ഏറ്റവും കൂടുതൽ വില നൽകുന്ന ചന്ദന തടികൾ നമുക്ക് തരപ്പെടുന്നതും അതാണ്. ഏത് ലാൻഡും പറ്റിയാണ്, പക്ഷേ വെള്ളക്കെട്ടില്ലാത്ത ആ ലാൻഡിൽ നന്നായി കിളച്ച്, ഒന്നിനും കൊള്ളാത്ത വസ്തു എന്നാണ് പറയുന്നത് ചന്ദനം നടാൻ പറ്റിയത്. നന്നായിട്ട് ഒന്ന് കിളയ്ക്കുക. അത് നിങ്ങളുടെ മെഷീനോ മറ്റെന്തു ഉപയോഗിച്ച് ഒന്ന് കിളയ്ക്കുക. കിളച്ചതിന് ശേഷം നമ്മുടെ സ്പേസിംഗ് ആണ് ഏത് മരങ്ങളെയും ഏത് ഫലങ്ങളെയും ഏത് കൃഷിയെയും കൂടുതൽ ഫലവത്താക്കുന്നത്. പ്രകാശം കൂടുതൽ കിട്ടാനും വളർച്ചയ്ക്ക് ശാഖകൾ ഉണ്ടാകാനും അതിൽ പൂക്കൾ കൂടുതൽ ഉണ്ടാകാനും ഒക്കെ സ്പേസിംഗ് കൂടുതലാണെങ്കിലും ചന്ദനം കർണാടക സംസ്ഥാനം സ്പേസ് ചെയ്തിരിക്കുന്നത് 5 മീറ്റർ ഇൻറ്റു 5 6 ഇൻറ്റു 4 മീറ്റർ ഡിസ്റ്റൻസിൽ വെച്ചിട്ട് അതിനകത്ത് കൃഷി ചെയ്യാമെന്നുള്ളതാണ്. നമ്മുടെ സംസ്ഥാനത്ത് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല എങ്കിലും പൊതുവിൽ അനുവർത്തിച്ചിട്ട് വരുന്നത് 10x10 3 മീറ്റർ ഇൻറ്റു 3 മീറ്ററിൽ ക്വിക്നോക്സ് എന്ന് പറയുന്ന ഒരു ഡയഗണൽ ടൈപ്പിൽ അറേ ഉണ്ടാക്കിയിട്ട്. ചന്ദനമരം വീട്ടിൽ വളർത്താമോ? വീട്ടുവളപ്പിലെ മരം മുറിക്കാൻ അനുവാദം വാങ്ങേണ്ടതുണ്ടോ? ചന്ദനമരങ്ങൾ മുറിക്കുന്നതിൻ്റെ നിയമവശങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെ നിരവധി സംശയങ്ങൾ കൃഷിയെക്കുറിച്ച് പൊതുസമൂഹത്തിനുണ്ട്. ഇയാൾ ചന്ദനം ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നു, ഈ നാട്ടിൽ മുഴുവനും വിറ്റ് ഇത് സർക്കാർ മുറിച്ചുകൊണ്ട് പോകത്തില്ലേ എന്ന് എൻ്റെ തിരിച്ചൊരു ചോദ്യം. ഈ പറയുന്ന സ്വകാര്യ ഭൂമിയിൽ നിൽക്കുന്ന ഇതര മരങ്ങൾ ഒരു 80 ഇഞ്ച് വണ്ണമുള്ള ഒരു ക്യൂബിക് ഫീറ്റ് ആഞ്ഞിൽ റോ തടി വെട്ടി തരുമ്പോൾ ആ വാങ്ങിക്കാൻ പോകുന്നതിന് അസസ് ചെയ്യുന്നത് ഒരു 300 രൂപ 250 രൂപയാണ്. 1 ലക്ഷം രൂപ 10 വർഷം മുമ്പ് കിട്ടിയിരുന്ന ആഞ്ഞിൽ തടിക്ക് വേറെ 5000 രൂപയ്ക്ക് ഇപ്പോൾ വെട്ടിച്ചുകൊണ്ട് പോകും. അപ്പോൾ അതിന് ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കാമെങ്കിൽ അതിന് 1 ലക്ഷം രൂപയിലേക്ക് വിൽക്കാൻ ഒരു കർഷകന് പറ്റും. ചന്ദനം സർക്കാർ മരമാണെന്നും വീട്ടിൽ വളർത്താൻ കഴിയില്ലെന്നുമാണ് മിക്കവരുടെയും ധാരണ. ഈ ധാരണ തെറ്റാണ്. സർക്കാർ മരമാണെങ്കിലും വീട്ടിൽ വളർത്തുന്നതിന് നിയമ തടസ്സമില്ല. പ്ലാന്റേഷനായും വളർത്താം. മരം നടാമെങ്കിലും മുറിക്കാൻ സർക്കാരിൻ്റെ അനുമതി വേണം. ചന്ദനം ഇപ്പോഴും സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. കേരളത്തിൽ മറയൂരിൽ നിന്നും വരുന്ന ടീമാണ് ഏതൊരു വീട്ടിലും ഏതൊരു കർഷകനും ഉൽപ്പാദിപ്പിക്കുന്ന ചന്ദനം ഇപ്പോഴും വെട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ പുതിയ നിയമങ്ങൾ വരുമ്പോൾ വെട്ടി വിൽക്കുന്നത് കൃത്യമായിട്ട് സർക്കാരിന് തന്നെ അവകാശം വെച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷേ കർഷകന് വില കൊടുത്തിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകാനാണ് തീരുമാനം. അതുകൊണ്ട് ചന്ദനത്തിന് വില കിട്ടുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം. ചന്ദനം ലോകത്തെമ്പാടും കൃഷി ചെയ്യാവുന്ന ഒന്നല്ല, എന്നാൽ ലോകമാകെ ഉപയോഗത്തിൽ ഇരിക്കുന്ന സാധനമാണ്. ഇടവിള കൃഷിയടക്കം ഒരു ചന്ദനത്തൈ നടാൻ 500 രൂപയിൽ താഴെയാണ് ചിലവ്. ഒരേക്കറിൽ 300 മുതൽ 400 വരെ തൈ നടാം. 13-15 വർഷത്തിനുള്ളിൽ ആദായം കിട്ടുമെന്ന് കർഷകർ പറയുന്നു. 50 മുതൽ 70 സെന്റിമീറ്റർ വണ്ണമുള്ള മരത്തിൽ നിന്ന് ശരാശരി 20 കിലോ ചന്ദനം കിട്ടും. കിലോയ്ക്ക് 13,000 മുതൽ 20,000 രൂപ വരെയാണ് ഇപ്പോഴത്തെ വില. തൊലിക്ക് 300 രൂപയും ചന്ദനവിളയ്ക്ക് 1,300 രൂപയും കിട്ടും. ഇന്ന് ലോകത്ത് 20,000 ടണ്ണാണ് ചന്ദനത്തിൻ്റെ ആവശ്യകത. അതെന്തിനാണെന്ന് ചോദിച്ചാൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കും മെഡിസിനൽ പർപ്പസിലും പിന്നെ കാർവിങ് പ്ലസ് ഹോളി, അതായത് നമ്മുടെ നെറ്റിക്കിടുന്ന അതായത് ദേവാലയങ്ങളിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും
ഒക്കെയാണ് ചന്ദനം സോപ്പ് ഇൻഡസ്ട്രിയുടെ അടിസ്ഥാനമാണ് ഈ പറയുന്ന ചന്ദന തൈലവും ചന്ദനത്തിൻ്റെ ബാക്കി വരുന്ന പൗഡറും. വിവിധ ആവശ്യങ്ങൾക്ക് ഇത്രമാത്രം ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ഒന്നാണെങ്കിലും സർക്കാർ നിയന്ത്രണത്തിൽ ഇത്രമാത്രം കാലം വെച്ചിരുന്നുകൊണ്ടും ചന്ദനം വ്യാപകമായിട്ട് കൃഷി ചെയ്യപ്പെടാൻ പറ്റിയില്ല. അവിടെ ഇവിടെ നിന്നതെല്ലാം മുറിച്ച് മോഷ്ടിച്ചും ഒക്കെ നശിപ്പിക്കപ്പെട്ടപ്പോൾ മറയൂരെ 63 സ്ക്വയർ കിലോമീറ്റർ നിൽക്കുന്ന ചന്ദന മരങ്ങൾ മാത്രം സംരക്ഷിച്ച് നിലനിന്നു. ചന്ദനത്തിൻ്റെ കൃഷി രീതിയിലേക്ക് കടന്നാൽ 7-8 മാസം പ്രായമുള്ള ഒരടിയെങ്കിലും പൊക്കമുള്ള തൈകളാണ് നടീലിന് വേണ്ടത്. 6.5 മുതൽ 7.5 വരെ pH ഉള്ള മണ്ണാണ് അനുയോജ്യം. 1.5 അടി നീളം, വീതി, ആഴം എന്നിവയുള്ള കുഴികൾ 3 മീറ്റർ അകലത്തിനടുത്ത് ചാണകപ്പൊടിയിട്ട് കുഴി മൂടി തൈകൾ നടാം. തടത്തിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. നമുക്ക് pH-ലെ വ്യത്യാസം ഉണ്ടാകും. ഒരു 6 തൊട്ട് 8 വരെ pH ഉണ്ടായാലും ചന്ദനത്തിന് പ്രശ്നമില്ല. ഇതര വൃക്ഷങ്ങൾക്കാണെങ്കിൽ 5.5 തൊട്ട് 6 വരെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ 8 മെയിൻറ്റെയിൻ ചെയ്യത്തക്ക രീതിയിൽ അല്പം ഡോളമൈറ്റോ പച്ചക്കക്കാപ്പൊടിയോ അല്ലെങ്കിൽ കുമ്മായം ഇട്ടിട്ട് 2 ദിവസമോ 3 ദിവസമോ കഴിഞ്ഞ്, കുമ്മായം ഇട്ടാൽ കുറച്ച് ദിവസം കഴിയും. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് കുമ്മായം ഇട്ടതിന് ശേഷം കമ്പോസ്റ്റ് അവ കൊണ്ട് കുഴി നിറച്ച് മണ്ണിട്ട് മൂടുക. ഒരല്പം കൂടെ മണ്ണ് മുകളിലോട്ട് ആർച്ചി ടൈപ്പ്, ഒരു ചെറിയ കൊച്ചു കൂന പോലെ നിൽക്കുന്നത് എപ്പോഴും നമ്മളെ തടം എന്തായാലും ഇച്ചിരി ഇരുത്തും. അപ്പോൾ അവിടേക്ക് വെള്ളം കെട്ടില്ലാത്ത ഒരവസ്ഥ സംജാതം. പെർലൈറ്റ്, വെർമിക്കുലേറ്റ്, പിന്നെ അത്യാവശ്യം ഫംഗൽ ഇൻഫെക്ഷനും പെസ്റ്റ് ഇൻഫെക്ഷനും വരാതിരിക്കാൻ നിയന്ത്രിക്കുന്ന മരുന്നുകളൊക്കെ നമ്മുടെ മാർക്കറ്റിൽ കിട്ടാനുണ്ട്. അവയുടെ ഒരു നേരിയ 2 ഗ്രാം 1 ഗ്രാമൊക്കെ ചേർത്ത് ട്രീറ്റ് ചെയ്ത വേപ്പൻ പിണ്ണാക്കും ചാണകവും കൂടി ചേർത്ത്, ട്രൈക്കോഡർമയോടെ ചേർത്ത ട്രീറ്റ് ചെയ്ത സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയും കുറച്ചെടുത്ത് കൊക്കോപ്പീറ്റും വേപ്പൻ പിണ്ണാക്കും അടങ്ങിയ മിശ്രിതം ഒരു 3/4 കിലോ ഒരു കൈക്ക്, ഇങ്ങനെ ഒരു കൈ നിറയെ വാരി ഈ കുഴിക്കകത്തിട്ടിട്ട് എന്ത് ചെയ്യും, നമ്മൾ ചന്ദന തൈയെ നടും. 20 മുതൽ 30 വർഷം കഴിഞ്ഞാൽ കൂടുതൽ കാതലുള്ള മരം കിട്ടും. ഇതിൽ നിന്നുള്ള ചന്ദന തൈലത്തിന് അളവ് കൂടും. ചന്ദനത്തിൻ്റെ ഇലയൊഴികെ എല്ലാ ഭാഗങ്ങളും ഉപയോഗമുള്ളതാണ്. 2002 വരെ സ്വകാര്യ ഭൂമിയിൽ ചന്ദന കൃഷി പാടില്ലായിരുന്നു. കർണാടകയിലെ ഹൈക്കോടതി വിധിയാണ് കർഷകർക്ക് പുതിയ അവസരം തുറന്നത്. 98-ൽ കർണാടക സംസ്ഥാനം നിയമം പ്രഖ്യാപിച്ചു. അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് രാജ്യത്ത് തമിഴ്നാട്ടിലും ബാക്കി എല്ലായിടത്തും ആയപ്പോൾ കേരളം അപ്പോഴും മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു. ഈ അടുത്ത കാലത്തായിട്ട് 2012-ൽ കേരള സംസ്ഥാനം ആർക്കും സ്വകാര്യ മേഖലയിൽ കൃഷി ചെയ്യാമെന്ന് അനുവാദം കൊടുത്തു. പക്ഷേ 2023 ആയപ്പോഴാണ് കുറച്ചുകൂടെ വ്യാപകമായി ആർക്ക് കൃഷി ചെയ്യാനും അത് മുറിക്കാനും ചന്ദനം വിൽക്കാനുള്ള അവകാശം സർക്കാരിൽ മാത്രം നിശ്ചിതമാക്കിക്കൊണ്ട് ചന്ദനം ഏത് സമയത്തും കർഷകർക്ക് ഉൽപ്പാദിപ്പിക്കാനും അതിനെ വെട്ടാനും ഒക്കെ ഉള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും പലർക്കും മുന്നിലുള്ള ചോദ്യമാണ്, ചന്ദനം നമുക്ക് വെട്ടാൻ പറ്റുമോ, ചന്ദനം മോഷ്ടിച്ചുകൊണ്ട് പോകത്തില്ലെന്ന്. ഒരു ദിവസം അവനവൻ്റെ പോക്കറ്റിലേക്ക് നമ്മളറിയാതെ ഓരോരോ കർഷകൻ്റെയും പോക്കറ്റിലേക്ക് 50 രൂപ വീതം ദിനവും തന്നുകൊണ്ടിരിക്കുന്ന ഈ മരത്തെ സംരക്ഷിച്ച് ഒരു എന്തോന്ന് പന്നി കയറുന്നു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കയറുന്നു. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് ഒരു ഫെൻസിങ് കെട്ടി അതിനെ സംരക്ഷിച്ചുകൊണ്ട് അതിനകത്ത് ഇതര കൃഷികളും ഒരു 8-10 വർഷക്കാലത്തേക്ക് ചെയ്യാവുന്ന ഒരവസ്ഥ ഉണ്ടാക്കി പോകാമെങ്കിൽ. ചന്ദനമരം വിൽക്കാനായി കൈവശാവകാശം തെളിയിക്കുന്ന രേഖകൾ സഹിതം അടുത്തുള്ള വനം വകുപ്പ് ഓഫീസിൽ അപേക്ഷ നൽകണം. ചന്ദനമരത്തിൻ്റെ വേരടക്കം പിഴുതെടുത്ത് മഹസർ തയ്യാറാക്കി അവർ മറയൂരിലെ ചന്ദനലേല സ്റ്റോറിന് കൈമാറും. നികുതി കിഴിച്ചുള്ള തുക അക്കൗണ്ടിലെത്തും. കേരളത്തിൽ എവിടെ ചന്ദനമരം മുറിച്ചാലും മറയൂർ ചന്ദന ഡിപ്പോയിലേക്കാണ് കൊണ്ടുവരുന്നത്. മരത്തിൻ്റെ തൂക്കം നോക്കും. ക്യൂബിക് അടിയിലോ ക്യൂബിക് മീറ്ററിലോ അല്ല, മറിച്ച് കിലോഗ്രാമിലാണ് ചന്ദനമരത്തിൻ്റെ തൂക്കം കണക്കാക്കുന്നത്. ചെസ്റ്റ് ലെവൽ 147 സെൻറ്റിമീറ്റർ മൂട്ടിൽ നിന്നും ഉയരം വരുമ്പോൾ അതിന് 50 സെൻറ്റിമീറ്റർ ഗിർത്ത്, അതായത് ചുറ്റുവണ്ണം തായ്തടിക്ക് അച്ചീവ് ചെയ്യുന്ന ഒരു സമയത്താണ് എന്ത് ചെയ്യാവുന്നത്, നമ്മൾ വെട്ടുമല്ല, നിയറസ്റ്റ് ഫോറസ്റ്റ് ഓഫീസിൽ പോയി റിപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾക്ക് ഇത്ര ചന്ദനമരമുണ്ട്, അല്ലെങ്കിൽ ഒരു മൂട് ചന്ദനമരമുണ്ട്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, വില്ലേജ് ഓഫീസർ, താലൂക്ക് ഓഫീസർ, നിയറസ്റ്റ് ഫോറസ്റ്റ് ഓഫീസർ, ഉൽപ്പാദകനായ ഞാനോ നിങ്ങളോ അടങ്ങുന്ന 9 അംഗ ടീമിനെ ഫോം ചെയ്യുകയും ആ ടീമിൻ്റെ അസസ്മെൻറ്റിന് ശേഷം മറയൂരിൽ നിന്ന് വന്ന ടീമായിരിക്കും. ആധുനിക മെഷീനുകളുണ്ട്, അത് വെച്ചിട്ട് ഒരു ചന്ദനത്തിൻ്റെ അല്ലെ ഏതടിയുടെയും ഇപ്പോൾ അതിനകത്തുള്ള വാല്യൂ വരെ കൃത്യമായിട്ട് തരുന്ന സെറ്റിങ്സ് ഉള്ള ആധുനിക ഇലക്ട്രോണിക് മെഷീനുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് വെട്ടാൻ 50 സെൻറ്റിമീറ്റർ പ്രായം കഴിയണം, ഓർ 13 വർഷം കഴിഞ്ഞിരിക്കണം. പ്ലസ് അതിനകത്ത് കാതലുണ്ടോ ഇല്ലയോ എന്നുള്ളത് മെഷീൻ നോക്കി പറയുമെങ്കിലും നമ്മൾ 13 വർഷം കഴിഞ്ഞാലോ 50 സെൻറ്റിമീറ്റർ കഴിഞ്ഞാലോ അത് വെട്ടുന്നതിന് യാതൊരു പ്രശ്നം. പക്ഷേ വെട്ടുന്നതിൻ്റെ ഫുൾ കസ്റ്റോഡിയൻ സർക്കാരാണ്. ഫോറസ്റ്റ് നിയറസ്റ്റ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് ത്രൂ മാത്രമേ നടക്കൂ. ചന്ദനം ഒരു അർത്ഥപരാഗ സസ്യമായതിനാൽ ഒറ്റയ്ക്ക് ജീവിക്കാനാവില്ല. ചന്ദനം മറ്റു മരങ്ങളുടെ വേരുകളിലേക്ക് ഇറങ്ങി
വളർച്ചയ്ക്കാവശ്യമായ 60% പോഷകവസ്തുക്കൾ കൈവശപ്പെടുത്തുന്നു. അതുകൊണ്ട് ചന്ദനം നിലനിൽക്കുന്നതിന് ഇടവിള കൃഷിയായി മാവ്, പ്ലാവ്, മാതളം, പപ്പായ, വേപ്പ്, കറിവേപ്പ്, ചീര, വാഴ തുടങ്ങിയവ കൃഷി ചെയ്യാം. ചന്ദനമരങ്ങൾക്ക് പൊതുവെ കീടബാധ കുറവാണ്. ചന്ദനവും അതിൻ്റെ ഹോസ്റ്റ് കാണുന്ന ബട്ടൺ ഹോസ്റ്റ്, ടെമ്പററി ഹോസ്റ്റ്, പെർമനൻ്റ് ഹോസ്റ്റുകളെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നമുക്ക് ഫലം തരുന്ന മരങ്ങൾ റെഡ് ലേഡി പപ്പയ, വേപ്പ്, പിന്നെ പേര, മാവ്, അകത്ത് ചീര, അത്തരത്തിലുള്ള മറ്റ് സസ്യങ്ങളുടെ നട്ട് നമുക്ക് ഫലം ഉണ്ടാകുന്ന തരത്തിൽ. ചന്ദനത്തിൽ 15 വിഭാഗങ്ങളുണ്ട്. ഓരോന്നിനും ഓരോ വിലയാണ്. ഫസ്റ്റ് ക്ലാസ് ചന്ദനത്തിന് 16,000 രൂപയും സെക്കൻഡ് ക്ലാസ്സിന് 14,000 രൂപയുമാണ് വില. 23% നികുതിയുമുണ്ട്. ഏത് കാലാവസ്ഥയിലും നമുക്ക് നടാം. എന്നാലും നമ്മുടെ ഇവിടെയൊക്കെ നടുന്നത് മെയ് തുടങ്ങി ഒരു ഇപ്പോഴത്തെ ഒക്ടോബർ കാലവർഷം തീർന്ന് പിൻവാങ്ങിയിട്ട് തുലാവർഷം വരുന്ന കുറച്ച് കാലത്തേക്ക്, അതുവരെ ഒരു നവംബർ വരെ നമുക്ക് ചന്ദനം കൃഷി ചെയ്യാവുന്നതാണ്. അങ്ങനെ നവംബർ വരെ നടക്കുന്ന, അത് കഴിഞ്ഞും ചെയ്യാം. പക്ഷേ അന്നേരം ഒരുപാട് പ്രിക്കോഷൻസ് എടുക്കണം. അതിന് തണൽ കൊടുക്കണം, ആവശ്യത്തിന് വെള്ളം നനയ്ക്കണം. കൂടെ നിൽക്കുന്ന ഹോസ്റ്റുകൾക്ക് വളരാൻ വെള്ളം കൊടുക്കുന്നതിനെ മോട്ടിച്ച് നിന്നാണ് ഇദ്ദേഹം ജീവിക്കുന്നത്. അതാണല്ലോ പറയുന്നത്, ചന്ദനം ഒരു ഹെമി റൂട്ട് പാരസൈറ്റാണ്. ചന്ദനത്തിൻ്റെ 98% വാങ്ങുന്നത് കർണാടക സോപ്പ് ആൻഡ് ഡിറ്റർജൻസ് ആണ്. കേരളത്തിലെയും പുറത്തെയും ക്ഷേത്രങ്ങളും ചന്ദനം വാങ്ങിക്കുന്നുണ്ട്. ഗുണമേന്മയുള്ള മറയൂർ ചന്ദനം വാറ്റിയാൽ 5 മുതൽ 8 കിലോ വരെ ഓയിൽ ലഭിക്കും. 1 കിലോ ഓയിലിന് 3 ലക്ഷം രൂപയാണ് വില. ചന്ദന കൃഷി ലാഭകരമാണെന്ന് പരീക്ഷിച്ച് വിജയിച്ചാൽ സുഗന്ധം നിറഞ്ഞ ഒരു ഭാവി കേരളത്തിലുണ്ടായേക്കാം. ഒപ്പം വീട്ടുമുറ്റത്ത് പണം കായ്ക്കുന്ന ഒരു മരവും.